നമസ്കാരം. ചില സുഹൃത്തുക്കളുടെ അഭ്യർത്ഥനകൾ മാനിച്ച് റൂബിക്സ് ക്യൂബ് കുറച്ചുകൂടി വിശദമായിട്ട് സോൾവ് ചെയ്യുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അഭിപ്രായം രേഖപ്പെടുത്തുമെന്നും അപേക്ഷിക്കുന്നു. ഞാൻ മുകളിൽ അടിയിൽ വെള്ളം ഇങ്ങനെ സെറ്റായിട്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യണം. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ടോപ്പിൽ നമ്മൾ മഞ്ഞ പിടിക്കണം. സെൻട്രൽ കളർ ടോപ്പിൽ മഞ്ഞ പിടിക്കണം. ഈ സെൻട്രൽ കളർ ഒരിക്കലും മാറില്ല, ഒരു സൈഡിനെ മാറില്ല. മഞ്ഞയുടെ ഓപ്പോസിറ്റ് സെൻട്രൽ കളർ വെള്ളയായിരിക്കും, അതുപോലെ തന്നെ പച്ചയുടെ ഓപ്പോസിറ്റ് നീലയായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ. മറ്റുള്ള കട്ടകളാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞയുടെ ചുറ്റും കുരിശാകൃതിയിൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കട്ടകളെല്ലാം വെള്ളയാക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് നോക്കാം. ഇത് ലോജിക്ക് മാത്രം പ്രാക്ടീസ് കൊണ്ടാക്കാൻ പറ്റും. ഈ കട്ട ഇവിടെ കൊണ്ടുവരാം. പിന്നെ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കട്ടയുണ്ടത് ഈ കട്ട. അത് ഈ കട്ട ഇവിടെ കൊണ്ടുവരാം. ഇപ്പോൾ 3 കട്ടയായി. ഒരു കട്ടയോടെയും അവിടെയും കിടക്കുന്നതാണ് സെൻറ്ററിൽ. തിരിച്ചു അപ്പോൾ ഈ 2 കട്ട വന്നത് കൂട്ടണ്ട, അത് യാദർച്ഛികമായിട്ട് വന്നതാണ്. വേണമെങ്കിൽ അത് മാറ്റിയിടാം, കൺഫ്യൂഷൻ ഇല്ലാക്കാതിരിക്കാൻ വേണ്ടി. ഈ കട്ടയെ മാറ്റിയിടാം. അപ്പോൾ 4 മഞ്ഞയ്ക്ക് ചുറ്റും 4 വെള്ളക്കട്ടകൾ വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളക്കട്ടകളെ നമ്മൾ വൈറ്റിൻ്റെ അടിയിലേക്ക് ഈ 4 പൊസിഷനിലേക്ക് മാറ്റണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ മാറ്റാമെന്ന് ഉദ്ദേശിക്കുന്ന വെള്ളക്കട്ടയുടെ സൈഡിൽ കട്ട ചെയ്തതുകൊണ്ട് വെറുതെ 2 റൗണ്ട് തിരിക്കുക. അല്ലെങ്കിൽ ചുമപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ ഇത് ചുമപ്പാക്കണം. അത് കഴിഞ്ഞിട്ട് 2 റൗണ്ട് തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം വന്നു. ഇനി ഇവിടെ വന്നേക്കണ വെള്ളക്കട്ട അടിയിലാക്കാനായിട്ട് ഇവിടെ ഓറഞ്ചാണ്, പക്ഷേ ഇവിടെ നീലയാണ്. അപ്പോൾ അത് ഓറഞ്ചാക്കിയിട്ട് തിരിക്കണം. ഓറഞ്ചാക്കി 2 റൗണ്ട് നമ്മൾ തിരിച്ചു. ഇവിടെ നീലയാണ്, പക്ഷേ ഇവിടെ പച്ചയാണ്. അപ്പോൾ പച്ച നീലയാക്കണം. 2 റൗണ്ട് തിരിച്ചു. ഇവിടെ പച്ചയാണ്, പച്ചയാക്കണം. 2 റൗണ്ട് തിരിച്ചു. ആ കട്ടകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 4 കട്ടകളും കൂടി നമ്മൾ വെള്ളയാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ അടിയിലെ കട്ടകളും സെയിം കളറാക്കണം. ഇവിടെയും ഈ കളർ തന്നെ ആക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുകളിലത്തെ കട്ടയിൽ നമുക്ക് നേരെ വെള്ള വന്നിട്ടുണ്ട് നോക്കാം. 2 വെള്ളം വന്നിട്ടുണ്ട്. ആ വെള്ളയുടെ സൈഡിലെ കളറ് ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ക്രോസായിട്ട് ഓറഞ്ച് തന്നെ കൊണ്ടുവരണം. നമ്മൾ ഓറഞ്ച് കൊണ്ടുവന്നു. ഇനി ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനുണ്ട്. ഇത് മുകളിലേക്ക് ലെഫ്റ്റ് തിരിക്കുക. എന്നിട്ട് ഏത് സൈഡിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ മുകളിലേക്ക് ഇരിക്കുക. എന്നിട്ട് നിറച്ച് പ്രോസസ്സ് വീണ്ടും റിവേഴ്സിരിക്കുക. ഇത്രേ ഉള്ളൂ അത്. അപ്പോൾ ആ കട്ട ഇവിടെ വന്നു. ഇനിയിപ്പം നമ്മൾ നേരത്തെ ചെയ്താൽ തന്നെ ഇവിടെ വീണ്ടും വെള്ളം വന്നുണ്ട്. ഇവിടെ പച്ച, അപ്പോൾ ഇവിടെ പച്ചയാക്കണം. ഇപ്പം നമ്മൾ ഇവിടെയാണ് ക്രോസ്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് തിരിക്കും. പിന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കും. പിന്നെ നേരത്തെ ക്രോസ് റിവേഴ്സ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ വെള്ളമില്ല, ഇനി ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളയുടെ ഈ ഫ്രണ്ടിലെ വെള്ളയുടെ ഇവിടെയാണ് പച്ച, അപ്പോൾ അവിടെ പച്ച കൊണ്ടുവരണം. ക്രോസ് പച്ച കൊടുക്കും. ഇനി നമ്മൾ ഇവിടെയാണ് ക്രോസിങ്, ഇങ്ങോട്ട് തിരിക്കണം. എന്നിട്ട് ആ തിരിച്ച സൈഡിലേക്ക് മുകളിലേക്ക് തിരിക്കണം. എന്നിട്ട് റിവേഴ്സ് ചെയ്യണം. ഇനി ഒരു സൈഡിൽ വെള്ളയുടെ പറയുന്നത്, ആ വെള്ളം മുകളിൽ കിടപ്പുണ്ടോ നോക്കാം. ഇവിടെ മുകളിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തെന്താണ്, ഫ്രണ്ടിൽ വെള്ളം അടിച്ചു,
ഇവിടെ നീലയാണ്, അപ്പോൾ സെൻറ്റർ കട്ട നീലയാക്കണം. ക്രോസായി. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് തിരിക്കും? ഇങ്ങോട്ട് തിരിക്കും. അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് തിരിക്കും, പിന്നെ റിവേഴ്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശരിയല്ല. അടിയിൽ വെള്ളം വന്നു, ഇവിടെ സെയിം കളർ വന്നു, ഇവിടെ സെയിം കളർ വന്നു, ഇവിടെ സെയിം കളർ വന്നു, ഇവിടെ സെയിം കളർ വന്നു, ഇവിടെ ഇതിന് സെൻറ്ററിൽ കളർ വന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്സ് ഈ കളറ് എല്ലാവരും ഒരേ സെയിം കളറാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലെ കട്ടകളുടെ ഡിസൈൻസാണ്. അതിനകത്ത് മുകളിൽ എപ്പോഴും നമുക്ക് മഞ്ഞ ആണെങ്കിൽ മൊത്തം ഡിസൈൻ, പക്ഷേ അതിനകത്ത് മഞ്ഞയില്ലാത്ത കട്ടകൾ സെൻറ്ററിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും നോക്കി കഴിയുമ്പോൾ മഞ്ഞയില്ലാത്ത കട്ട ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നീല ആയതുകൊണ്ട് അടിയിൽ നീല വരാൻ പാകത്തിന് എല്ലാം ഇടണം സെൻറ്റർ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് തിരിച്ച് വയ്ക്കണം. അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഏത് സൈഡിനാണെന്ന് തിരിച്ച് വെച്ചാൽ അത് ഇവിടുന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. മുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് തള്ളണം. അതിനിട്ട് ഇങ്ങോട്ട് തള്ളി, പിന്നെ ഇങ്ങോട്ട് തള്ളി തിരിച്ച് റിവേഴ്സ് വയ്ക്കണം. അപ്പോൾ അത് കളർ സെറ്റായി. ഇനി മഞ്ഞയില്ലാത്ത കട്ടയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്. അത് ഇവിടെ പച്ച ഡയറക്റ്റായിട്ട് സെൻറ്ററിൽ കട്ടയും മുകളിലെ കട്ടയും പച്ച വന്നിട്ടുണ്ട്. ഇവിടെ അടിയിൽ നിന്ന് തള്ളി ഇങ്ങോട്ട് തള്ളി പിന്നെ തള്ളി ഇനിയും പച്ചയില ഇവിടെ ഒരു പച്ചയും ചുവപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയിലെ കളറ് സെൻറ്റർ കട്ട ചുവപ്പാക്കിയിട്ട് ഇനി പച്ച അവിടെ ഇടുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങോട്ട് തള്ളി പിന്നെ നമ്മൾ സാധാരണ പഴയത് ചെയ്ത അരി സെയിം കളർ തന്നെ ഓപ്പോസിറ്റിലേക്ക് തള്ളി. അപ്പോൾ പച്ചയും എല്ലാ സൈഡും സെറ്റായി. അപ്പോൾ എല്ലാ സൈഡും സെറ്റായി. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇനി ഇതും ഈ മുകളിലെ കളർ ടാലിയാക്കുക എന്നുള്ളതാണ്. ഇത് പല പൊസിഷനിൽ വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ ലൈനായിട്ട് വന്നത് ചിലപ്പോൾ ഇങ്ങനെ ജയ ആകൃതിയിൽ വരും. ജയ ആകൃതിയിൽ ഇതിപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇങ്ങനത്തെ ജയ നമുക്ക് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജയ ആകൃതിയിൽ വന്നാലും ഇങ്ങനെ ജയ വന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഫ്രണ്ടിൽ കട്ട റൈറ്റിലേക്ക് ഇരിക്കുക, പിന്നെ റൈറ്റിൽ കട്ട മുകളിലേക്ക് ഇരിക്കുക, മുകളിലെ കട്ട ലെഫ്റ്റിലേക്ക് ഇരിക്കുക, പിന്നെ നേരത്തെ ചെയ്ത പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുക. റൈറ്റിൽ കട്ട താഴേക്ക് ഇരിക്കുക, മുകളിലെ കട്ട റിവേഴ്സ് ചെയ്യുക, താഴത്തെ കട്ട വീണ്ടും റിവേഴ്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ കളറും ടാലിയായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ മഞ്ഞ കളറിൻ്റെ സെൻറ്റർ ടാലിയുണ്ട്, ഇവിടെ ടാലിയായിട്ടില്ല, ഇവിടെ ടാലിയായിട്ടില്ല. ഇനി ഏതിന് രണ്ട് സൈഡ് ടാലിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണം നമ്മൾ അങ്ങോട്ട് കൊണ്ട് തിരിച്ച്. അപ്പോൾ ഇവിടെ പച്ച വന്നു, ഇപ്പോൾ നമ്മൾ ഇവിടെ ടാലിയായി, സെൻട്രൽ കളർ ടാലിയായി. ഇവിടെ ചുവപ്പ് വന്നപ്പോൾ സെൻട്രൽ കളർ ടാലിയായി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ബാക്കിനും ടാലിയായ ഒരു സൈഡ് ബാക്കിനും ഒരു സൈഡ് ലെഫ്റ്റിനും വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒന്നുപോലെ പച്ച നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിടിക്കേണ്ട ഒരു സൈഡ് ബാക്കിൽ. അപ്പോൾ ചുവപ്പ് ബാക്കിൽ പിടിച്ചു, പച്ച റൈറ്റ് സൈഡിൽ പിടിച്ചു. ഇനി അത് കഴിഞ്ഞ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മുകളിൽ കട്ട ലെഫ്റ്റിലേക്ക് ഇരിക്കുക, പിന്നെ റൈറ്റ് സൈഡിലെ കട്ട മുകളിലേക്ക് ഇരിക്കുക, പിന്നെ ഇത് റൈറ്റിലേക്ക് ഇരിക്കുക, ഇത് റിവേഴ്സ് ചെയ്യുക, പിന്നെ റൈറ്റിലേക്ക് ഇരിക്കുക, ഇത് ഇങ്ങനെ ചെയ്യാം, പിന്നെ ഇത് 2 റൗണ്ട് തിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുക എല്ലാ വശവും ടാലിയായിട്ടുണ്ടോ നോക്കാം. സെൻട്രൽ കട്ടുകൾ ഇവിടെ മഞ്ഞ ടാലി, നീല ടാലി, ഓറഞ്ച് ടാലി, പച്ച ടാലി,
ഇങ്ങനെ ടാലിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ് കട്ടുകളും അതേ സ്ഥാനത്തുള്ള കട്ടുകളാണോ വന്നേക്കുന്നത്. അതെങ്ങനെ നോക്കാം? ഇവിടെ സൈഡിൽ പച്ച വന്നിട്ടുണ്ട്, അല്ല ചുമപ്പ് വന്നിട്ട് അത് അവിടെ ഓക്കെ. പക്ഷേ ഇവിടെ പച്ച വന്നാണ്, അപ്പോൾ ഇത് ഇവിടെ വന്ന കട്ടയല്ല, ഈ സൈഡിൽ വന്ന കട്ടയാണ്. അപ്പോൾ ഇത് ഇവിടെ വന്ന കട്ടയല്ല, ഇവിടെ വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്ന കട്ട മാറിയിട്ടുണ്ടാവില്ല. ഇവിടെ പച്ചയുണ്ട്, പക്ഷേ ചുമപ്പിന് പകരം മഞ്ഞയാണ്. ഇവിടെ ചുമപ്പും മഞ്ഞ ഇവിടെ തന്നെ ഉണ്ട്, നീലയാണ്. ഇവിടെ ഒരു കട കളറ് ടാലിയായിട്ടുള്ളൂ. ഇവിടെ മാത്രം എല്ലാ കളറും ടാലിയാണ്. നീലയ്ക്ക് നീല വന്നു, ഓറഞ്ചിന് ഓറഞ്ച് വന്നു. അപ്പോൾ നമ്മൾ ഈ ടാലിയായ കട്ട വലത്തെ സൈഡിലേക്ക് പിടിക്കുക. എല്ലാ സെൻട്രൽ കളറും ടാലിയാണെന്ന് നോക്കി. സെൻട്രൽ കളർ ടാലി ആയെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ടാലിയായിട്ട് കട്ട വലത്തെ സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിന് ഫ്രണ്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇരിച്ചു, അടിയിൽ നിന്ന് റൈറ്റ് സൈഡ് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇരിച്ചു, പിന്നെ ഫ്രണ്ട് തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇരിച്ചു, പിന്നെ ലെഫ്റ്റ് സൈഡ് മുകളിലേക്ക് ഇരിച്ചു, പിന്നെ നേരെ ചെയ്ത് റിവേഴ്സ് ചെയ്തു, എന്നിട്ട് അടിയിൽ ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കാം, എല്ലാ കട്ടുകളും സെയിം കളർ ടാലിയായിട്ടുണ്ട് നോക്കാം. ഇവിടെ പച്ച, ഇവിടെ മഞ്ഞ, ഈ കട്ട പിടിക്കുകയാണ്. ഇതെങ്ങനെ ഇരിക്കേണ്ട മാതിരി തന്നെ ഇല്ല, അത് ഈ കട്ട പിടിക്കുകയാണ്, ഈ കട്ടയും പിടിക്കുകയാണ്, ഈ കട്ടയും പിടിക്കുകയാണ്, ഈ കട്ടയും പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജായി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് മുകളിലും മഞ്ഞാക്കുമ്പോൾ എല്ലാ കട്ടകളും നേരെ സ്റ്റഡി ആയിട്ട് വരണം. മഞ്ഞാക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് 2 കട്ടകൾ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ മഞ്ഞാവാത്ത കട്ട വലത്തെ സൈഡിൽ പിടിച്ചിട്ട് അത് നേരെ താഴേക്ക് കൊണ്ടുവരാം. അതിനെ ലെഫ്റ്റ് അടിക്കുക, പിന്നെ മുകളിലേക്ക് കൊണ്ടുവരാം, പിന്നെ റൈറ്റ് അടിക്കുക. ആ പ്രോസസ്സ് തന്നെ ഇവിടെ മഞ്ഞ വരുന്നവരും ചെയ്യാം. താഴേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് അടിക്കുക, മുകളിലേക്ക് കൊണ്ടുവരാം, റൈറ്റ് അടിക്കുക, താഴേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് അടിക്കുക, മുകളിലേക്ക് കൊണ്ടുവരാം, റൈറ്റ് അടിക്കുക, താഴേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് അടിക്കുക. ഇപ്പോൾ മഞ്ഞ നോക്കാം, മുകളിലേക്ക് കൊണ്ടുവരാം, റൈറ്റ് അടിക്കുക. ഇപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ മഞ്ഞ വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മഞ്ഞ വന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ട് മഞ്ഞയില്ലാത്ത സൈഡിലേക്ക് കൊണ്ടുവരണം. ഇനി ഈ കട്ടയോടെയാണ് മഞ്ഞാക്കാനുള്ളത്. അതുപോലെ നേരത്തെ ഇതുമാതിരി തന്നെ താഴേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് അടിക്കുക, മുകളിലേക്ക് കൊണ്ടുവരാം, റൈറ്റ് അടിക്കുക, താഴേക്ക് കൊണ്ടുവരാം, മുകളിലേക്ക് ലെഫ്റ്റ് അടിക്കുക, റൈറ്റ് അടിക്കുക. അപ്പോൾ മുകളിലെ കട്ട ശരിയായി, അടിയിലല്ല ശരിയായി. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇനി കളറ് പരസ്പരം അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പച്ച, ഇത് സെൻറ്റർ പച്ച, അപ്പോൾ ഇതായി, മുകളിലായി, ഇതായി, 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 ഇതായി. ഇങ്ങനെയാണ് മാത്സ് വലിയ കാൽക്കുലേഷൻ ഇല്ലാതെ പ്രാക്ടീസ് കൊണ്ട് മാത്രം നമ്മൾ റൂബിക് ക്യൂബ് സോൾവ് ചെയ്യണേ. ഇനിയും ഇത് വേറൊരു മെത്തേഡിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പുകൾ പഠിച്ച് ഇതിനകത്ത് എക്സ്പെർട്ട് ആവാൻ ശ്രമിക്കുക. നന്ദി.